We respectfully invite Dr. M.C. Dilip Kumar Sir, former Vice Chancellor of Shankaracharya University of Sanskrit, to share his valuable thoughts with us. ഏറ്റവും ആരാധ്യനായ സ്വാമിജി, എപ്പോഴും എനിക്ക് അഭിമാനത്തോടുകൂടി എന്നെ സുഹൃത്തായി കണ്ട കേരള ഹൈക്കോടതിയിലെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ സാർ, ഈ കലാലയത്തിൻ്റെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ മീന കസ്തൂരി, ഡോക്ടർ അമൃതരാജ് അടക്കം വേദിയിലുള്ള വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, സദസ്സിലുള്ള എൻ്റെ കൊച്ചുകുട്ടികളെ, അമ്മമാരെ, സഹോദരി സഹോദരൻ, ഓരോ നിമിഷവും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒത്തുചേരലിന് ഒരുപാട് അർത്ഥവും വ്യാപ്തിയും. ഒരു കലാലയത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ അത് ജീവിതത്തിൽ നിന്നും വരുന്ന കാലഘട്ടങ്ങളിൽ അത് നേർക്കാഴ്ചയാക്കിയെടുത്തുകൊണ്ട് ഉന്നതമായ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കാത്തിരിക്കുന്ന കൊച്ചു അനുജന്മാരെയും അനുജത്തിമാരെയുമാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത് എന്ന് ഞാൻ കരുതുന്നു. പ്രിയങ്കരനായ ജസ്റ്റിസ് ഇവിടെ പറഞ്ഞ ഓരോ വാക്കും അത് എത്രയോ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുക. നാം അനുവർത്തിക്കേണ്ട, അനുശാസിക്കേണ്ട ചില ബാധ്യതകൾ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധാപൂർവം ഉണ്ടാകണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഒരുപക്ഷെ തിരക്കിനിടയിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ കാണാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക്. ഈ കൊച്ചു മനസ്സിൽ സ്നേഹത്തിൻ്റെതായ ഒരു താഴ്വരയുണ്ട്, അവരുടെ ഹൃദയത്തിൽ സൗഹൃദത്തിൻ്റെതായ ഒരു അന്തരീക്ഷം, അവിടെ തെളിഞ്ഞു നിൽക്കുന്നൊരു ദീപമുണ്ട്. ആ ദീപത്തെ കാത്തു സംരക്ഷിക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും അത് അണഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആരാധനായ ജസ്റ്റിസ് ഇവിടെ സൂചിപ്പിച്ചത്. വൈകിട്ട് എത്ര തിരക്കുണ്ടെങ്കിലും എവിടെയൊക്കെ ജോലി ചെയ്തു വരുന്നു എങ്കിൽ പോലും ആ മക്കളെ ഒന്ന് അടുക്കൽ ചേർത്തിരുത്തി, ഒന്ന് മടിയിലൊക്കെ കിടത്തി, ഒന്ന് തലോടി, മോനെ മോളെ ഇന്ന് സ്കൂളിൽ എന്തായിരുന്നു വിശേഷം, എൻ്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, പറയും എനിക്ക് മാത്സിന് മാർക്ക് കുറഞ്ഞു പോയി. സാരമില്ല, മാത്സിന് മാർക്ക് കുറഞ്ഞു, സയൻസിന് മാർക്കുണ്ട്, ഇതൊക്കെ ഒരു സ്വാഭാവികമാണ്, അടുത്തതിന് നമുക്ക് മാർക്ക് വാങ്ങിക്കാം എന്ന് ദേഷ്യപ്പെടാതെ എങ്ങനെ തലോടിക്കൊണ്ട് അവരിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കാൻ കഴിയുമോ, അതുതന്നെയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പാഠമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദേഷ്യപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ശാസിച്ചത് കൊണ്ടോ മാത്രം കാര്യങ്ങൾ നേരെയാകുമെന്ന് കരുതരുത്. അതിനപ്പുറമുള്ള സ്നേഹത്തിൻ്റെതായ കരുതലിൻ്റെയും അതുപോലെ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സും നമുക്ക് എത്രമാത്രമുണ്ടോ അത് തന്നെയാണ് കുട്ടികളിലേക്ക് ഏറ്റവും സന്നിവേശം ചെയ്യേണ്ടതെന്നും ഞാൻ കരുതുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. ബഹുമാന്യായ ആരാധ്യനായ സ്വാമിജി എനിക്ക് ഒരു അവസരം തന്നു. സ്വാമിജി പിന്നീട് സംസാരിച്ചുകൊള്ളാം. എനിക്കൊന്നേ സൂചിപ്പിക്കുവാനല്ലോ, വരുന്ന അവസരങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളത് ഓർക്കണം. അത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. എത്ര പ്രായമായാലും ഇന്ന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ, ഇന്ന് ലഭിക്കുന്ന സൗകര്യങ്ങൾ, ഇന്ന് നേരിടുന്ന പ്രതിബന്ധങ്ങൾ, നാളുകളെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം, അത് എത്രമാത്രം നമ്മളിൽ ആലേഖനം ചെയ്യുവാൻ കഴിയുന്നോ അത്രമാത്രം ജീവിതത്തിൽ ഒരുപാട് സക്സസിൻ്റെ സ്റ്റോറിയുടെ ഒരു ഭാഗമായി മാറുവാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നലകളെക്കുറിച്ച് വ്യാകുലപ്പെട്ടത് കൊണ്ടോ നാളുകളെക്കുറിച്ച് ആശങ്കപ്പെട്ടത് കൊണ്ടോ കാര്യമാവില്ല. ഇന്ന് എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നു, പ്രതിബന്ധങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമാണ്. സമയം ഒരിക്കലും കാത്തു നിൽക്കുന്നില്ല. സമയമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലുത്. ടൈം, അതിന് ഒരു വാല്യൂ കണക്കാക്കാൻ നമുക്ക് പറ്റില്ല. എൻ്റെ സബ്ജക്റ്റ് കോമേഴ്സ് ആൻഡ് മാനേജ്മെൻ്റാണ്. കഴിഞ്ഞ 35 വർഷമായിട്ട് ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് റിസർച്ച് നടത്തുവാൻ എൻ്റെ കീഴിൽ PhD എടുത്തവരുള്ള വിദ്യാർത്ഥികളടക്കമുള്ള കഴിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും എന്നെ ഞാൻ ശ്രദ്ധിച്ചത് കോസ്റ്റ് ഓവർ റണ്ണിനെ കുറിച്ചാണ്. പദ്ധതികൾ കൃത്യമായി സമയബന്ധിതമായി നടപ്പാക്കാതെ പോകുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമാകുന്ന
ഒരു എന്താ പറയുന്നത് നമ്മുടെ റിസോഴ്സ് അതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ എനിക്ക് വളരെ ആശങ്ക തോന്നുന്ന ഒരു കാര്യമാണ്. സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ആര് മാറി മാറി ഭരിച്ചാലും ശരി, 100 കോടിക്ക് തുടങ്ങുന്ന ഒരു പ്രോജക്റ്റ് 2 വർഷം കൊണ്ട് തീർക്കേണ്ട ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അത് 1000 കോടി ആയാലും 10 വർഷമായാലും തീരാതെ പോകുന്നു എന്ന് പറയുമ്പോൾ ആരാണ് അതിന് ഉത്തരവാദി എന്നുള്ളത് സമയക്രമത്തിൽ നമുക്ക് അതിനെ കാണാൻ കഴിയാത്തത് കൊണ്ട് വരുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുന്ന ഒരു മൈനസ് ഫാക്ടറായിട്ട് ഞാൻ അതിനെ കാണുന്നു. ആരാണ് ഉത്തരവാദി? ഇത് ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കുട്ടികൾ ചിന്തിക്കണം. കാരണം നമ്മളെ രക്ഷിതാക്കളും ചിന്തിക്കേണ്ട കാര്യമാണ്. പണം ചിലവഴിക്കുമ്പോൾ ഒരു ഗാന്ധിയൻ തത്വസംഹിത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആവശ്യത്തിനായിരിക്കണം, അനാവശ്യത്തിനാവരുത്. ആ ഒരു ചിന്ത എത്രമാത്രം പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന് ഒന്ന് പുനർചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. ദീർഘമായി ഞാൻ പറഞ്ഞു പോകുന്നില്ല. കാരണം ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവാദിത്വമില്ലാത്തൊരു കാര്യം. എത്രയോ എഞ്ചിനീയർമാർ, എത്രയോ ആളുകൾ, കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവർ, മറ്റ് ഫീൽഡിലുള്ളവരൊക്കെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതൃത്വം അടക്കമുള്ളവർ അതിനോട് ചേർന്ന് നിന്ന് പോകുമ്പോൾ അത് പരാജയപ്പെട്ടാൽ അതിന് ഉത്തരവാദി ആരുമില്ല എന്ന് വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നതിനെ കുറിച്ച് വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. കാരണം സമയബന്ധിതമായ കാര്യങ്ങൾ ചെയ്യുവാൻ CN സാറൊക്കെ ഒരുപാട് പാശ്ചാത്യ രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങളിൽ, ഒരുവിധമുള്ള ലോകരാജ്യങ്ങളിലൊക്കെ വിസിറ്റ് നടത്തിയിട്ടുള്ളതാണ്. ചുരുങ്ങിയ രാജ്യങ്ങളിൽ പോകുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെ ഒരു പദ്ധതി ഇട്ടാൽ അത് കൃത്യമായി പൂർത്തീകരിച്ചു. അവിടെ കോസ്റ്റ് ഓവറിനല്ല, ഇവിടെ ബഡ്ജറ്ററി പ്രൊവിഷൻ മുഴുവൻ താറുമാറാവുകയാണ്. അടുത്ത വർഷം സ്പിൽ ഓവർ വർക്ക് വരിക, വീണ്ടും അതിനെ പ്രൊവിഷൻ ഇടുകയാണ്. ബഡ്ജറ്റൊക്കെ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു റിയലിസ്റ്റിക് അല്ലാത്ത ഒന്നാക്കി മാറുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ പലതിനും അടുക്കും ചിട്ടയും സമയവുമായി ബന്ധപ്പെടുത്തി ചെയ്തെടുക്കാൻ നമുക്ക് കഴിയണം. ജോലി ഏത് ജോലിയുമാണെങ്കിലും അത് ഇഷ്ടപ്പെട്ട് ചെയ്യുക, അത് കഷ്ടപ്പെട്ടാവരുത്. ആ ജോലിയെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ തൊഴിൽ ചെയ്യുവാനുമുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാകണം. CNR പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഫോറിൻ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ കടന്നു പോകുന്നുണ്ട്, കോമ്പീറ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യാന്തര ബന്ധങ്ങളിൽ പോലും പല മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് നമ്മുടെ സാമ്പത്തിക നിലയിൽ പോലും, രാജ്യത്തിന്റെ നിലനിൽപ്പിൽ പോലും വരുന്ന ഒരുപാട് കാലഘട്ടങ്ങളിൽ ഒരുപാട് ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട കാലഘട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വ്യക്തിയുടെ തീരുമാനത്തിൽ പോലും രാജ്യാന്തര ബന്ധങ്ങളെ മുഴുവൻ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് എടുക്കുന്ന ഒരു തീരുമാനം അത് ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളെ സ്വാധീനിക്കപ്പെടുന്നു, അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പഴയ കാലത്തിൽ നിന്ന് സാറ് പറഞ്ഞ ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മളതിനെ കാണുകയാണ്. അപ്പം രാജ്യാന്തരങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്ന പല മൂല്യങ്ങളുമുണ്ട്. അതിനപ്പുറം തകർന്നുപോയ ജപ്പാന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇന്നും നമ്മുടെ മുൻപിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുന്ന ഒരു പോസിറ്റീവ് എനർജിയായി നിൽക്കുകയാണ്. അവര് സമരം ചെയ്യുന്നുവെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്താണ് സമരം ചെയ്യുക. അല്ലാതെ വ്യവസായശാലകളൊന്നും പൂട്ടിയിട്ടിട്ടല്ല അവര്, അല്ലെങ്കിൽ സമരവും കൊടിയും പിടിച്ചുകൊണ്ട് ഉള്ള സമരമാർഗങ്ങളൊന്നുമല്ല. ഒരു വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കാണും. നമ്മുടെ രാജ്യത്ത് ഈ ഹ്യൂമൻ റിസോഴ്സ് ഇത്രമാത്രം ഏറ്റവും കോമ്പിറ്റന്റ് ആയ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ അതിനെ പൂർണ്ണമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണെന്നാണ് ഞാൻ എൻ്റെ കുട്ടികളോടായി പറഞ്ഞു വരുന്നത്. ദീർഘമായി ഇനിയും പറഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല. സമയമാണ് ഏറ്റവും വലുത് എന്ന് പറയുകയും സമയത്തെ അതിക്രമിച്ചുകൊണ്ട് അധിക പ്രസംഗം നടത്തുകയും ചെയ്യുന്നത് തെറ്റാണ് എന്ന് എൻ്റെ കൊച്ചു മനസ്സിലും ഒരു രൂപമുണ്ട്. ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. ഒന്നും ഓർക്കുക, 10 വയസ്സുള്ള ഒരു കുട്ടി, ആ 10 വയസ്സുള്ള കുട്ടിയുടെ ഒരു ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ വലിയ ആഘോഷമാണ്. പക്ഷെ ഒരു മറുവശമുണ്ട്. ദൈവികമായ ഒരു 60 വയസ്സല്ല 70 വയസ്സൊക്കെയാണ് അലോട്ട് ചെയ്യപ്പെട്ടെങ്കിൽ ആ കുഞ്ഞ് 10 വർഷം മരിച്ചു എന്നുകൂടി ഒരർത്ഥമുണ്ട്. അപ്പൊ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കടന്നുപോയ വഴികളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയില്ല. എത്രമാത്രം പ്ലാൻ ചെയ്ത് ബുദ്ധിപരമായിട്ട് കൃത്യമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു, അത്രമാത്രം സക്സസിൻ്റെതായ ആ വാതായനങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. അവിടെയാണ് കുട്ടികൾ പോകേണ്ടത്. മദ്യവും മയക്കുമരുന്നും ഏറ്റവും അധികം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റുകളും അടക്കമുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നാം എവിടെ നിൽക്കുന്നു? ലോകത്ത് ഏറ്റവും അധികം ഈ പറഞ്ഞ എന്താ പറയുന്നത് ഈ ഡ്രഗ്സിന്റെ അബ്യൂസ് നടക്കുന്ന, അല്ലെങ്കിൽ ലഹരി മരുന്നിന്റെ വ്യാപനം നടക്കുന്ന ഒരു സംസ്ഥാനം
എടുത്താൽ അത് കേരളവും അതിലുണ്ട് എന്നുള്ളതും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അത് കേരളത്തിലാണെന്നും അതിലേറ്റവും അധികമായി നിൽക്കുന്ന കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ള നമ്മുടെ ഈ എറണാകുളം ജില്ലയിലാണ് എന്നും നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വാർത്ത നമ്മൾ കാണുകയാണ്. നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സ്വാധീനത്തിന് വഴങ്ങുക എന്നുള്ളതല്ല ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. സ്വാധീനങ്ങൾക്കപ്പുറം എവിടെയൊക്കെ നമുക്ക് നോ എന്ന് പറയുവാൻ കഴിയുന്നു, അവിടെയൊക്കെ തലയുയർത്തി നിന്നുകൊണ്ട് നോ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഈ കലാലയത്തിന്റെ ഒരു പ്രത്യേകത, അമ്മയുടെ അനുഗ്രഹമുള്ള ഈ കലാലയത്തിലെ കുട്ടികൾ എന്നും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഒരുപാട് ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചു പോകുന്നവരാണ്. അവരുടെ മനസ്സിൽ നന്മയുടെ ഒരുപാട് ഉറവിടങ്ങളുണ്ട്. അത് ജ്വലിപ്പിച്ചു വെക്കുക ചെറിയ പ്രായത്തിൽ നിന്ന് CNR സാറ് പറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ അന്ന് കേന്ദ്ര സർക്കാരിന് റെക്കമെൻഡ് ചെയ്ത ഒരു കാര്യമാണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ചേഞ്ച് വരുത്തേണ്ട ഒരു ഭാഗം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആക്കാൻ ഇന്നത്തെ ആ ഒരു തീരുമാനമെടുത്തവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതിൽ എനിക്ക് ദുഃഖവുമുണ്ട്. കാരണം ഈ ബാലവാടി മുതൽ റിസർച്ച് ഫൗണ്ടേഷൻ വരെ ഒരു സ്ട്രിങ്ങിൽ കോർത്തിണക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ 12 അംഗ കൗൺസിലുകൾ നാഷണൽ ലെവലിൽ മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ കൊച്ചു കുട്ടികൾക്കായി എന്താണ് പ്രത്യേകമായി നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് എന്ന ചോദ്യത്തിന് ഇന്നും മറുപടി കണ്ടിട്ടില്ല എന്നതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. കാരണം ഒരു എന്താ പറയുന്നത്, പ്രൈമറി ലെവൽ വരെ ഒരു ഡയറക്ടറേറ്റ് പ്രത്യേകം ഉണ്ടാക്കുകയും ഈ ടീച്ചേഴ്സിനൊക്കെ നല്ല ട്രെയിനിങ് കൊടുക്കുകയും അതുപോലെ തന്നെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ, നല്ല കുട്ടികളുടെ മനസ്സറിയുന്ന, ശാസ്ത്രീയമായി അപഗ്രഥിക്കാൻ കഴിയുന്ന ടീച്ചേഴ്സ് തന്നെ ആയിരിക്കണം. ഏറ്റവും കൂടിയ ശമ്പളം കൊടുക്കേണ്ടത് കോളേജ് പ്രൊഫസർമാരെക്കാൾ കൂടുതൽ കൊടുക്കേണ്ടത് ഈ സ്കൂളിലെ അധ്യാപകർക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവരാണ് നാളെ കുഞ്ഞുങ്ങളെ പടുത്തുയർത്തുന്നത്. അവരുടെ മനസ്സിലേക്ക് നന്മയുടെ ഒരു ഉറവിടം നമുക്കായി അല്ലെങ്കിൽ നമുക്ക് ഏറ്റുവാങ്ങാനായി സമർപ്പിക്കപ്പെടുന്ന അവരിൽ നിന്നാണ്. അതൊക്കെ പ്രത്യേകമായ രീതിയിൽ ആ ഒരു ലെവൽ വരെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള യാത്ര വളരെ എളുപ്പമാകും. വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് ഇനിയും പറയുക? ഒരനുഭവം പറഞ്ഞ് ഞാൻ നിർത്താം. ഒറ്റ കാര്യമേ ഉള്ളൂ പറയാനുണ്ട്. ഞാൻ ഈ കൊറോണ കാലഘട്ടത്തിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഒരു കൊച്ചു പെൺകുട്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, മോള് ആരെയാണ് മോക്ക് നമ്പർ തന്നു? പറഞ്ഞ് ഇന്നയാണ് നമ്പർ തന്നു. എന്താ മോള് വിളിച്ചത്? എന്നോട് പറഞ്ഞു, സാർ എനിക്ക് ജീവിക്കണമെന്നില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അച്ഛൻ മദ്യപാനിയാണ്, എന്നും വീട്ടിൽ വന്ന് അമ്മയുമായി ബഹളം വയ്ക്കും. ഇന്നലെ അമ്മ ഉണ്ടാക്കി വെച്ച മീൻകറി അടക്കമെടുത്ത് അച്ഛൻ പുറത്തേക്ക് എറിഞ്ഞു. വെച്ച കലത്തിലെ ചോറും വലിച്ചെറിഞ്ഞു. എനിക്ക് എൻ്റെ വീട്ടിൽ ടാർപ്പാളിനും കുറച്ച് ഓടും ഒക്കെ ഇട്ടൊരു ചെറിയ വീടാണ്. അവിടെ നെറ്റ് കണക്ഷൻ ഒന്നുമില്ല. തൊട്ടടുത്തൊരു വീട്ടിൽ പോയിരുന്നാണ് ഞാൻ പഠിക്കുന്നത്. വീട്ടിൽ അമ്മയെ എന്ന് ഉപദ്രവിക്കും. ഞങ്ങൾ 3 പേരാണുള്ളത്. ഒരു അനുജനുണ്ട്, ഒരു ചേച്ചിയുണ്ട്. എന്തിനാ സാറേ ജീവിക്കുന്നത്? എന്തിനാ സാറേ പഠിക്കുന്നത്? കൊച്ചു ചോദിച്ചു, എന്തിനാ സാറേ പഠിക്കുന്നത്? പഠിച്ചിട്ടെന്ത് നേടാനാ എന്ന് പറഞ്ഞ് കരയുകയാണ്. 3 മണിക്കൂർ ആ കുഞ്ഞുമായിട്ട് ഞാൻ സംസാരിച്ചൊരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു രക്ഷിതാവ് എന്ന നിലയിലോ ഒരു അധ്യാപകൻ എന്ന നിലയിലോ എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടവും ആകാംക്ഷയും ഉണ്ടായിരുന്ന നിമിഷമാണ്. ആ കുട്ടി 10ാം ക്ലാസ്സിൽ എല്ലാത്തിനും A+ പാസ്സായി, +2 എല്ലാത്തിനും A+ പാസ്സായി, ഡിഗ്രി ഇന്ന് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പരീക്ഷ എഴുതാൻ പോവുകയാണ്. എന്നോട് ചോദിച്ചു, സാറിനെ വന്നൊന്ന് കാണണം, എനിക്ക് സാറിൻ്റെ ഫോട്ടോ ഞാൻ പേപ്പറിൽ കണ്ടു. ഞാൻ പറഞ്ഞു, മോളിപ്പോൾ വരേണ്ട ഒരു ദിവസം ഞാൻ പറയാമോ? ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഒറ്റ കാര്യം ചെയ്താൽ മതി. പഠിച്ചിറങ്ങി നിനക്ക് നല്ലൊരു ജോലി ലഭിക്കും. ആ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക, ഇപ്പോഴേ ശ്രമിച്ചോളാൻ പറഞ്ഞിരിക്കുക. അത് കഴിഞ്ഞ് നിനക്ക് ആദ്യം ശമ്പളം കിട്ടുമ്പോൾ നീ എനിക്കൊരു പേന വാങ്ങിക്കൊണ്ടുവരണം, അതെനിക്ക് തരണം. ഞാനതാണ് കാത്തിരിക്കുന്നത്. ഞാൻ ഇന്നും കാത്തിരിക്കുക ആ കൊച്ചിനെ നേരിട്ട് കാണുവാനും, അല്ലെങ്കിൽ അവൾക്ക് നല്ല ജോലി കിട്ടുക. ഇപ്പം നമ്മുടെ പ്രതീക്ഷയാണെല്ലാം. നമുക്ക് പ്രതീക്ഷിക്കാനുള്ള വകയുണ്ടല്ലോ. പ്രതീക്ഷ കുട്ടികൾക്ക് കൊടുക്കുക, അവരെ തലോടുക, അവരെ ചേർത്ത് നിർത്തുക, അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനപ്പുറം അവരുടെ പോസിറ്റീവായിട്ടുള്ള അവരുടെ കഴിവുകളെ കണ്ടെത്തുവാനും അതിനെ കൂടുതൽ ഉത്തേജിപ്പിക്കുവാനും കഴിയും. നമുക്കറിയാം, ലാംഗ്വേജ് ഒരു വിഷയമേ അല്ല. ലാംഗ്വേജ് ഏതും നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ ഒരു 15-20 മിനിറ്റ് വൈകിട്ട് എൻ്റെ കുട്ടികൾ ഏതെങ്കിലും, ഇപ്പോൾ CNR സ്ഥിരം കാണുന്ന വേൾഡ് ന്യൂസാണ് കേൾക്കുകയും കാണുകയും ചെയ്യും. ലോക ന്യൂസുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ, രാജ്യത്ത് എന്ത് നടക്കുന്നു, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന നല്ല ന്യൂസ് ഒരു 20 മിനിറ്റ് കേട്ടാൽ മതി. കുറെ കഴിയുമ്പോൾ അവർ സംസാരിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും.
ഹിന്ദി അറിയാൻ പാടില്ലാത്ത കുട്ടികൾ ഹിന്ദി ഒരു ആഴ്ചയിൽ ഒരു സിനിമ വെച്ച് കാണും. ഒരു വർഷം കഴിയുമ്പോൾ 1.5 വർഷം കഴിയുമ്പോൾ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും. എക്സ്പീരിയൻസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ക്ലാസ് മുറികളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഡയറക്റ്റ് ഇൻഫോർമേഷൻ സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ട് കിട്ടുന്നതിനപ്പുറം പലതിനെയും കണ്ടെത്താനുള്ള ഒരു വലിയ മനസ്സിന്റെ ഉടമകളായി എൻ്റെ കുഞ്ഞുങ്ങൾ മാറണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സമൂഹം ഒരു കോമ്പറ്റീറ്റീവ് വേൾഡാണ്. സാറ് പറഞ്ഞതുപോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് ഏറ്റവും. അവിടെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് കോമ്പീറ്റ് ചെയ്യാനുള്ള ധൈര്യം, ശക്തി അല്ലെങ്കിൽ സ്കില്ല് അത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാലഘട്ടമാണ് സ്കൂൾ വിദ്യാഭ്യാസം. നാളുകളിൽ നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്ന ഏറ്റവും അഭിമാനത്തോടുകൂടി ഇന്ത്യയുടെ പുത്രന്മാരാണ്, കേരളത്തിന്റെ പുത്രന്മാരാണ്, പുത്രിമാരാണ് എന്ന് എനിക്കും CNR സാറിനും ഒക്കെ കേൾക്കാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളോടുള്ള ഏറ്റവും വലിയ 2026 നല്ല വർഷമായി മാറട്ടെ. പുതുവത്സരത്തിന്റെ ആഘോഷങ്ങൾക്കിടയിൽ വഴിതെറ്റിപ്പോകാതെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോസിറ്റീവായിട്ട് നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അടുത്തത് എന്ത് എന്ന ചോദ്യത്തിനുള്ള സ്വയം ഉത്തരം കണ്ടെത്തുന്ന ഒരു മാനേജ്മെന്റ് രീതി നമുക്ക് വേണം. സെൽഫ് മാനേജ്മെന്റ് ആണ് ഏറ്റവും വലുത്. എ പേഴ്സൺ ഹു ഈസ് നോട്ട് കേപ്പബിൾ ടു മാനേജ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് കോൾഡ് മാനേജ് അതേഴ്സ്. സ്വയം മാനേജ് ചെയ്യാൻ കഴിവില്ലാത്തവർ മറ്റുള്ളവരെ എങ്ങനെ ഒരു ക്രൈസിസിനെ അല്ലെ മറ്റുള്ളവരെ എങ്ങനെ മാനേജ് ചെയ്യും എന്ന വലിയൊരു ചോദ്യമുണ്ട്. എത്ര മാർക്ക് എന്നതിനുപരി ഒരു വിഷയത്തെ എങ്ങനെ കാണാൻ കഴിയുന്നു, അതിനെ അപഗ്രഥിക്കാൻ കഴിയുന്നു, ഒരു വിഷയം വന്നാൽ ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയുന്നു, എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തലാണ് ജീവിതമെങ്കിൽ കാലിടറാതെ കൈ തളരാതെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുന്ന സമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ അമൃത വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ്, എൻ്റെ ക്വാളിറ്റി അതിൻ്റെ ബേസ് ഇതാണ് എന്ന് പറയുവാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കൂടുതൽ സമയം എടുത്തതിന് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും പറഞ്ഞു പോയത്. വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഈ സ്കൂള് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ അനുഗ്രഹമുള്ള ഈ സ്കൂളിന് അതിലുപരി മറ്റൊരു അനുഗ്രഹം ഇവിടെ നിന്ന് കിട്ടാനാണ്. ഈശ്വരീയമായ ഈ ഒരു സായം സന്ധ്യയിലെ നന്മകളുടെ ഒരുപാട് നേർക്കാഴ്ചകൾ വരുന്ന ദിനങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദിയോടെ നിങ്ങളെ നമസ്കരിക്കുന്നു. നമസ്കാരം.